ദൈവനാമം മഹത്വപ്പെടട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവത്തെ കണ്ടെത്തും. ഇതാണ് സന്ദേശം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാകുന്നു. അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തിക്ക് ഒരു വായ്ത്തലയുള്ളൂ. രണ്ടു വശവും ബ്ലേഡ് പോലെ മൂർച്ചയുള്ളതാകുന്നു ഇരുവായ്ത്തലയുള്ള വാൾ. ഇരുവായ്ത്തലയുള്ള വാൾ ഏതു ഭാഗത്തൂടെ കടന്നുപോയാലും ആ വസ്തുവിൻ്റെ ആ രണ്ടു വശവും മുറിവുണ്ടാക്കുന്നു. ഡോക്ടർ രോഗിയെ സർജറി ചെയ്യുമ്പോൾ രോഗിക്ക് മുറിവുണ്ടാകുന്നു. ദൈവം തൻ്റെ വചനത്തെ അയച്ച് അത്ഭുത രോഗസൗഖ്യം നൽകുന്നു. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറിയതാകുന്നു. ദൈവവചനത്തിൻ്റെ പ്രത്യേകത മുറിവ് കൂടാതെ സർജറി ചെയ്ത് അത്ഭുത രോഗസൗഖ്യം നൽകുന്നു. വചനം വിശ്വസിച്ച് നാം അത് ഏറ്റെടുത്ത് നാവുകൊണ്ടത് ഏറ്റുപറയുമ്പോൾ അത്ഭുത രോഗസൗഖ്യം വിശ്വസിക്കുന്നവർക്ക് ലഭിക്കും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 43-ാം വാക്യത്തിൽ 12 സംവത്സരമായി രക്തസ്രവമുള്ള സ്ത്രീയെ കാണാം. യേശുക്രിസ്തു കടന്നു പോകുമ്പോൾ വളരെ പുരുഷാരം യേശുക്രിസ്തുവിനെ തിക്കിയും തിരക്കിയും കൊണ്ട് പോയിക്കൊണ്ടിരുന്നു. അതായത് മുട്ടി ഉരുമി. 12 സംവത്സരം രക്തസ്രവമുള്ള സ്ത്രീ വിശ്വസിച്ചു. ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലേലെങ്കിലും ഒന്ന് തൊട്ടാൽ എൻ്റെ രോഗത്തിന് സൗഖ്യം ലഭിക്കും. അങ്ങനെ ആ പുരുഷാരത്തിൻ്റെ ഇടയിൽ ചെന്ന് ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടു. ഉടനെ രോഗസൗഖ്യം ലഭിച്ചു. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞുവെന്ന് യേശു പറഞ്ഞു. അപ്പോൾ വിശ്വസിച്ച് തൊട്ടപ്പോൾ ആ ശക്തി ലഭിച്ചു. രോഗസൗഖ്യം, അതായത് അത്ഭുത രോഗസൗഖ്യം ലഭിക്കുന്നത് ക്രിസ്തുവിൽ നിന്നുള്ള ശക്തിയാകുന്നുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 44-ാം അധ്യായം 3-ാം വാക്യം: ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ദാഹിക്കുന്നവർക്ക് മാത്രമേ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളല്ലോ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. നമ്മുടെ പാവങ്ങളെ നാം ഏറ്റുപറഞ്ഞ് നമ്മിൽ ഒരു മാനസാന്തരം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആ അത്ഭുത രോഗസൗഖ്യം, വചനം വിശ്വസിക്കുമ്പോൾ അത് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് രോഗസൗഖ്യം ലഭിക്കുകയുള്ളൂ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. നമ്മുടെ ലക്ഷ്യം നിത്യതയാകുന്നു. നാം ഈ ഭൂമിയിൽ 80 അല്ല 100 വർഷം ജീവിക്കും. അത് കഴിഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ മരണമില്ലാത്തൊരു ജീവിതം നമുക്കുണ്ട്. അത് നന്മ ചെയ്യുന്നവർക്കും തിന്മ ചെയ്യുന്നവർക്കും മരണമില്ല. നമ്മുടെ ലക്ഷ്യം ആ നിത്യതയായിരിക്കുന്നുവല്ലോ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തു നമുക്ക് കർത്താവും രക്ഷിതാവുമായിട്ട് ഇന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യം: നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമമില്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ: എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ തന്നെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന്
പിതാവ് ആരെയും ന്യായം വിധിക്കാതെ പുത്രന് ന്യായവിധി നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ പുത്രന് ആ ന്യായവിധി കൊടുത്തിരിക്കുന്നു. ആ ന്യായവിധി എങ്ങനെ സംഭവിക്കുന്നുവെന്ന് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്ക പ്രതിഫലം വാങ്ങുവാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. റോമാലേഖനം 8-ാം അധ്യായം 10-ാം വാക്യം, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം, യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം മുതൽ പഠിക്കുമ്പോൾ വലിയൊരു വെള്ള സിംഹാസനം കാണാം. സിംഹാസനം എന്നത് രാജാവിൻ്റെ ഇരിപ്പിടമാകുന്നു. ഈ വലിയ വെള്ള സിംഹാസനത്തിൽ രാജാവ് ആഗതനാകുമ്പോൾ നാം വസിക്കുന്ന ഈ ഭൂമിയും നാം കാണുന്ന ഈ ആകാശവും മാറിപ്പോകും. പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിക്കപ്പെടും. ആഗതനായ രാജാവ് കൽപ്പിക്കുന്ന കൽപ്പന ഉടനെ പ്രാബല്യത്തിൽ വരും. സിംഹാസനത്തിലിരുന്ന് എന്ത് കൽപ്പിച്ചാലും ആ കൽപ്പന ഉടനെ തന്നെ പ്രാബല്യത്തിൽ വരും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും അത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആര് ആയിരുന്നാലും, എത്ര ഉന്നത സ്ഥാനത്തുള്ള വ്യക്തി ആയിരുന്നാലും, ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി ഒരുക്കി വച്ചിരിക്കുന്ന ആ നിത്യാഗ്നിയിലേക്ക് തള്ളപ്പെടും. ആ നിത്യാഗ്നിയിൽ രാവും പകലും ദണ്ഡനം സഹിച്ച് മരണമില്ലാതെ ആ നിത്യാഗ്നിയിൽ കിടക്കേണ്ടി വരും. എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൽ പ്രവേശിക്കും. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്ന് ദൈവ തേജസ്സോടെ ആ പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ആ യെരുശലേം എന്ന വിശുദ്ധ നഗരം പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നാം ഓരോരുത്തരും ആ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൽ കാണപ്പെടണം. അതിനായിട്ടാകുന്നുവല്ലോ നാം പ്രാർത്ഥിക്കുന്നത്, വിശുദ്ധ വചനം പഠിക്കുന്നത്, വചനം വിശ്വസിക്കുന്നത്, സൺഡേ സ്കൂൾ പഠിക്കുന്നത്, കുർബാനയിൽ അല്ലെ ആരാധനയിൽ സംബന്ധിക്കുന്നത്. ഇതിൻ്റെയൊക്കെയും ഉദ്ദേശം യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൽ, അതായത് നിത്യകാലം മരണമില്ലാത്ത ആ ജീവിതത്തിന് വേണ്ടിയാകുന്നുവല്ലോ. ആ മരണമില്ലാത്ത ആ ജീവിതം ഈ ഭൂമിയിൽ വെച്ച് തന്നെ നാം കരസ്ഥമാക്കിക്കൊള്ളണം. ഈ സത്യം നാം വിട്ടുപോകരുത്. യിരെമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 11-ാം വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. യെശയ്യാവിൻ്റെ പുസ്തകം 38-ാം അധ്യായം 1-ാം വാക്യം മുതൽ പഠിക്കുമ്പോൾ ഹിസ്കിയ രാജാവിന് രോഗം വന്ന് മരിക്കാറായി. യെശയ്യാ പ്രവാചകൻ വന്ന് യഹോവയുടെ അരുളപ്പാട് ഹിസ്കിയ രാജാവിനെ അറിയിക്കുന്നു, നിന്റെ രോഗം മാറില്ല, നീ മരിച്ചു പോകും, നിന്റെ വീട്ടുകാര്യം ക്രമത്തിലാക്കുക. ഹിസ്കിയ രാജാവ് ഭിത്തിക്ക് നേരെ മുഖം തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, യഹോവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ
തിരുമുമ്പിൽ നടന്നതും അങ്ങയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്നും ഓർക്കണമേ. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് ഹിസ്കിയാവിനെ അറിയിച്ചത്, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം, കണ്ണുനീർ തുരുത്തിയിൽ ശേഖരിച്ചു വെക്കുന്ന ദൈവം, ഈ ദൈവത്തെ നാം പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ ദൈവത്തെ കണ്ടെത്തും. ഈ സത്യം തിരിച്ചറിയുവാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. ആമീൻ.